നമസ്കാരം. ഇന്ന് മുതൽ 41 ദിവസത്തിനകം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഈ 7 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് കഷ്ടതകൾ ഒരുപാട് നിറഞ്ഞതായിരുന്നു. ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ രീതിയിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. ക്ഷേത്ര ദർശനം നടത്തുന്നു. എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാതെ പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ 41 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക്, ഈ 7 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്നു, പക്ഷെ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്നും കഷ്ടപ്പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, സങ്കടങ്ങളായിരിക്കും, ധനവരം ഉണ്ടാകില്ല, ഒരു ആഗ്രഹിച്ച കാര്യവും നടക്കില്ല. പ്രധാനമായും നിങ്ങളുടെ കുടുംബക്ഷേത്രം ഇത്തരത്തിൽ ദർശനം നടത്തുക. ഒരു കുഞ്ഞു നിലവിളക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വാങ്ങിവെച്ച് പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ശത്രുശല്യങ്ങൾ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്താലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ ചില ക്ഷേത്രങ്ങളിൽ, ചില ആരാധനാലയങ്ങളിലൊക്കെ ദർശനം നടത്തി ചില ആചാരക്രിയകളൊക്കെ ചെയ്ത് നമ്മളെ തളർത്തും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ ഒരു തേങ്ങ ഉടയ്ക്കുക, മോദക വഴിപാട് നടത്തുക, നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക. ഇത് 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു നേട്ടം, വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇന്നിവിടെ പറയുന്നത് രാജയോഗം ആരംഭിക്കുന്ന 7 നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഈ 7 നക്ഷത്ര ജാതകരും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. നമുക്കറിയാം, തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കഷ്ടപ്പാടുകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത്രയേറെ ദുഃഖമാണ്, അത്രയധികം പ്രശ്നങ്ങളാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക്. എന്നാൽ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. തിരുവാതിരയുടെ ഭാഗ്യത്തിന്റെ സമയമാണ്. വരുന്ന 41 ദിവസത്തിനകം തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയും. തിരുവാതിര നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ്. രാജയോഗം ആരംഭിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ഇവരുടെ കഷ്ടപ്പാടിന്റെ ദിനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കഷ്ടപ്പാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരില്ല. വരുന്ന 41 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിലേറ്റവും പ്രാധാന്യമേറിയത് ധനവരവ് വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. ഇവരുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. ഒരു ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഇവരിൽ കാണുന്നുണ്ട്. ഏതായാലും ആയില്യം നക്ഷത്ര ജാതകർക്ക് വരുന്ന 41 ദിവസത്തിനകം ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്കും ഒരു വലിയ ഭാഗ്യത്തിന്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു, കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നു, ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നതിനോടൊപ്പം ധാരാളം ധനവും ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്തര നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നു, ജീവിതത്തിൽ ധാരാളം ധനം വന്നു ചേരുന്നു, ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം. ഉത്തരത്തിന്റെ നല്ല സമയം ഇനി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. വരുന്ന 41 ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലമായി കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു. എന്നാൽ ഇവർക്ക് ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കടത്തിന്റെ കാര്യത്തിൽ നിന്നായാലും ചില ഇടപാടുകളുടെ കാര്യത്തിലായാലും വളരെ തന്ത്രപൂർവം ഇവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദൈവാധീനം കൊണ്ട് തന്നെയാണ്. ഇനിയും അങ്ങനെയുള്ള ദൈവാധീനങ്ങളൊക്കെ വരും. വിവാഹത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. യാത്രകൾ ചെയ്യുന്ന സമയമാണ്.
നിങ്ങൾ മനസ്സിൽ കാലങ്ങളായി ആഗ്രഹിച്ച ഒരാഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്നു. അതൊരു ജോലിയുടെ കാര്യമാകാം, അല്ലെങ്കിൽ രണ്ടൊരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം, അതല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യമാകാം. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം. വരുന്ന 41 ദിവസത്തിനകം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഭാഗ്യത്തിനും കാരണമാക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ കളിയാടും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. ഭാഗ്യം ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആരോഗ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായ ചികിത്സയൊക്കെ നടത്തുക. അതുപോലെ ശത്രുദോഷങ്ങളൊക്കെ ധാരാളമുണ്ട്. അതിന് നിങ്ങൾ ശത്രുദോഷ ശമനത്തിനായി രക്തപുഷ്പാഞ്ജലി നടത്തുക. അഭിഷ്ടസിദ്ധി അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് മംഗല്യ ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ശത്രുദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഈ പറഞ്ഞ 7 നക്ഷത്ര ജാതകർക്കും ഇനി കഴിയുന്ന സമയമാണ്. അങ്ങനെ വലിയ സമൃദ്ധിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.